யோ யோ முடிச்சது நான் தான். ஹே ஹே முடிச்சது நான் தான். ஆக்சிலரேட்டர் பெஸ்ட் டயர் பங்க்சர் பண்ண. ஓகே அடுத்தவங்க டென்ஷன் பண்ணி பாக்குற சந்தோஷம் இருக்கு. കൊമ്പൻ സ്രാവുകൾ നീന്തി തുടിക്കുന്ന ഈ പെരുങ്കടലിന് നടുവിൽ സ്വന്തം ജീവന് വേണ്ടി പോരാടുന്ന ഈ ചെറുബാലകൻ ആര്? അതറിയണമെങ്കിൽ നിങ്ങൾ ആദ്യം കങ്കുവനെ കുറിച്ചറിയണം. കങ്കുവൻ ഈ പെരുമാച്ചി മണ്ണിന്റെ അധിപൻ. ഇങ്ങനെ വലിയ ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് എൻട്രി ആവുന്ന കങ്കുവന് സത്യത്തിൽ 10 പൈസയുടെ വിവരമില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കങ്കുവന്റെ പെരുമാച്ചി ക്ലാനെ ചതിച്ച ഒരുത്തനെ കങ്കുവൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തീയിട്ട് ചൂടും. ഇത് സഹിക്കാത്ത അവന്റെ ഭാര്യ ഓടി വന്ന് അണ്ണാ ഈ കൊച്ചിനെ ഇനി മുതൽ നീ വളർത്തിക്കൊള്ളാമെന്നും പറഞ്ഞിട്ട് കെട്ടിയവനോടൊപ്പം തീയിലേക്കെടുത്ത് ചാടി. അങ്ങനെ പെരുമാച്ചി ക്ലാനെ മുഴുവൻ എതിർത്തുകൊണ്ട് കങ്കുവൻ ആ പയ്യനെ സ്വന്തം മകനെ പോലെ വളർത്തുന്നു. പക്ഷെ ഒരു ക്രൂഷ്യൽ ഫൈറ്റിനിടയ്ക്ക് ചെക്കൻ കങ്കുവന്റെ വാളെടുത്ത് കങ്കുവന്റെ പള്ളക്ക് തന്നെ കയറ്റും. പള്ളക്ക് കത്തി കയറിയിട്ടും പഠിക്കാത്ത കങ്കുവനെയും ആ ചെക്കനെയും ശിക്ഷിക്കാനായി കാട്ടിലേക്ക് അയക്കും. അവിടെ വെച്ച് രണ്ടുപേരും ഒരു ഒത്തുതീർപ്പിന് തയ്യാറാകുന്നു. ഡീൽ എന്തെന്നാൽ കങ്കുവ തന്റെ പെരുമാച്ചി ക്ലാനിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു തീർക്കാനുള്ള കടമകളെല്ലാം ചെയ്ത ശേഷം പിന്നെയും വന്ന ഈ കൊച്ചു ചെറുക്കന്റെ മുന്നിൽ കീഴടങ്ങും. അന്നേരം അവന് അവന്റെ അച്ഛനെ കൊന്നവനോടുള്ള പ്രതികാരം തീർക്കുകയും ചെയ്യാം. അതായത് കങ്കുവന്റെ ജീവൻ എടുക്കാം. ഈ ഡീൽ അവരെ ഉറപ്പിക്കുന്നു. ഇത് സത്യം, ഇത് സത്യം, 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 സത്യം. ഫ്രാൻസിസ് ഒരു ബൗണ്ടി ഹണ്ടർ, അതായത് പോലീസിനെ കൊണ്ട് പോലും പിടിക്കാൻ കഴിയാത്തവരെ പിടിച്ചു കൊടുക്കുന്നതാണ് ഇവരുടെ ഡ്യൂട്ടി. രണ്ടുപേരിൽ ആരാണ് ഏറ്റവും കൂടുതൽ വെറുപ്പിച്ചതെന്ന് ചെക്ക് ചെയ്യാനായി തുലാഭാരം തൂക്കി നോക്കിയാൽ പോലും രണ്ടിന്റെയും വെറുപ്പീട് താങ്ങാതെ ത്രാസ് പൊട്ടി വീഴത്തേ ഉള്ളൂ. രണ്ടുപേരും കട്ടയ്ക്ക് കട്ട. അങ്ങനെ ഒരു അണ്ടർ കവർ ഓപ്പറേഷന് വേണ്ടി പോയ ഫ്രാൻസിസിന് മുന്നിൽ ആണ്ട് അണ്ടർവെയർ ഇട്ടോണ്ട് ഈ ചക്കൻ നിൽക്കുന്നു. ഫെറ്റീഷുകൾ പലതരം. അതേപോലെ സിർത്തശിവയ്ക്ക് നിലാവിനോടാണ് ഫെറ്റീഷ് എന്ന് തോന്നുന്നു. പടത്തിലെ എല്ലാ ഷൂട്ടുകളിലും ഫുൾ മൂൺ നിർബന്ധം. പൗർണമി മാസം നിലാവെളിച്ചത്തിരുന്ന് എഴുതി തീർത്ത കഥയാണിതെന്ന് തോന്നുന്നു. ഇവിടെ പൊരുവന്റെ വാശി മാറ്റാൻ മുതലപ്പാവയെ പിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കങ്കുവൻ. 350 കോടിയുടെ പടമാണ്. പക്ഷെ ഈ സീനൊക്കെ കണ്ടപ്പോഴാണ് സത്യത്തിൽ മൃഗേല വാർണയുടെ ഫൈറ്റിനോടൊക്കെ ഒരു ബഹുമാനം തോന്നുന്നത്. കൊടും കാടാണ്, ഭീകര കാടാണ്, പുലിയുണ്ട്, ആനയുണ്ട്, ഡൈനോസർ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും ടൂറിസ്റ്റുകളെ പോലെ പാട്ടും പാടി കാട് ചുറ്റി കണ്ടുകൊണ്ട് നടക്കുകയാണ്. ഈ സമയം കങ്കുവ കൊന്ന തന്റെ മക്കളുടെ മൃതശരീരത്തിന് മുന്നിൽ കൊടൂര വില്ലൻ ഉദിരൻ. ഇങ്ങേരി പടത്തിൽ പറഞ്ഞ ഡയലോഗ്സിനും ലിപ്സിങ്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അവരുടെ എനിക്ക് ഉണ്ടാക്കല്ലേ കേട്ടാ. പറ്റുമെങ്കിൽ ഇവിടെ വന്നിരുന്ന് കരഞ്ഞു നോക്കുക, അപ്പൊ അറിയാം വിഷമം. റെഡി. ഇവിടെ ഈ കൊച്ചിറക്കനെ വില്ലന്മാരെ ജോർജ് അപ്പോളോ വഴി റഷ്യയിലേക്ക് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഫ്രാൻസിസ് വിടോ, അങ്ങേരും സ്ക്വാഡും കൂടെ ജോർജ് അപ്പോളോയിൽ തന്നെ ലാൻഡ് ചെയ്യുന്നു. மேடம், நாங்கள் பப்ஜி விளையாடும் போது பையன் பார்த்துட்டான். டிஷம் யா அதை பற்றி எதனா பையன் சொன்னானா? പബ്ജിയിൽ അറ്റ്ലീസ്റ്റ് വെടികൊണ്ടാൽ നോക്കൌട്ട് എങ്കിലും ആകും. ഈ യൂണിവേഴ്സിൽ അതുപോലുമില്ല. ഇവര് കാരണം ഉണ്ടാവുന്ന തലവേദന പോരാഞ്ഞിട്ട് കൊല பண்ண முடியாதான்னு அண்ணே கேக்குது. தீட்டுங்கன்னு அண்ணே சொல்லுச்சு. ஹேய் ஏடா அவளை சுட்ட? எப்படிப்பா இதெல்லாம் கேட்க முடியும்? சரி, உன் சைட்லயும் ஒரு நியாயம் இருக்கு. ഇവിടെ ഉദിരൻ തന്റെ പ്രതികാരദാഹം തീർക്കാനായി പെരുമാച്ചി ക്ലാനെതിരെ പോരിന് വരികയാണ്. ഈ സമയത്താണ് കങ്കുവയുടെ മാസ്റ്റർ പ്ലാൻ. ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാവുന്നത്. കങ്കുവൻ നേരെ ചെന്ന് അപ്പുറത്തെ കൊടുങ്കാട്ടിൽ തിരി തെളിയിക്കുന്നു. അതോടെ ഉദിരൻ ഗ്യാങ് തങ്ങളുടെ ലക്ഷ്യം അങ്ങോട്ടേക്ക് തിരിക്കുന്നു. അല്ലാത്ത സിനിമയിൽ കീർത്തി സുരേഷ് ഇരിക്കുന്ന റൂമിലേക്ക് വരുന്ന വില്ലന്മാരെ ദശ ധരിപ്പിക്കാനായി രജനി റൂം നമ്പറുകൾ തമ്മിൽ സ്വാപ്പ് ചെയ്യുന്ന ഒരു സീനുണ്ട്. ഈ ഒരു പഴഞ്ചൻ സീനിനെ വീണ്ടും പൊടി തട്ടിയെടുത്ത് സിർത്തെ ശിവ അങ്ങനെ തന്നെ കങ്കുവയിലും തിരികെ കയറ്റി വെച്ചേക്കുന്നു. കാട്ടിലേക്ക് വന്ന 500 പേരെയും കങ്കുവ ഒറ്റയ്ക്ക് കൊന്നു തീർക്കുന്നു.
എയറോപ്ലെയിനെ മോട്ടോർ ബൈക്ക് കൊണ്ട് ചേസ് ചെയ്ത് പിടിക്കാനുള്ള ഫ്രാൻസിസിന്റെ ശ്രമം സഫലമാകുന്നു. ഫ്രാൻസിസിനെ ചവിട്ടി പുറത്താക്കിയെങ്കിലും ഇല്ല ഞാൻ പോകില്ല, ഫുട്ബോൾ അടിച്ചാണെങ്കിൽ റഷ്യയിലേക്ക് ഞാൻ വരുമെന്നും പറഞ്ഞ് വിമാനത്തിന്റെ ഡോറിൽ തൂങ്ങിക്കിടക്കുന്ന വാശിക്കാരൻ ഫ്രാൻസിസിനെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. മറുവശത്ത് ഈ കുഞ്ഞിച്ചക്കനാണ് തൂങ്ങിക്കിടക്കുന്നത്. അതിന്റെ കയറാണെങ്കിൽ കങ്കുവന്റെ കയ്യിലും. ഇവിടെയാണ് കങ്കുവയ്ക്ക് ഒരു നല്ല കൂട്ടുകാരനില്ലാത്തതിന്റെ കുറവ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദേവരേനെ പോലെ ഒരു കൂട്ടുകാരൻ കങ്കുവയ്ക്കുണ്ടായിരുന്നെങ്കിൽ ആ കയറിലെ പിടി വിട്ടിരുന്നേ പോലും ഒന്നും പേടിക്കാനില്ലായിരുന്നു. ചക്കൻ ചത്തു കഴിയുമ്പോൾ അടുത്ത ജന്മത്തിൽ ഞാൻ നിന്നെ രക്ഷിക്കാമെന്നും പറഞ്ഞ് കങ്കുവ ശപഥം ചെയ്യുന്നു. ശേഷം ഒരു കയർ പോലും വെട്ടിക്കളയാൻ പറ്റാത്ത നീയൊക്കെ ജീവനോടെ ഇരിക്കുന്നത് എന്തിനാണെന്നും പറഞ്ഞ് ഉദിരനെയും കൊല്ലുന്നു. ഫ്രാൻസിസ് ആണെങ്കിൽ കാറ്റുകൊള്ളലൊക്കെ മതിയാക്കി വിമാനത്തിനകത്തേക്ക് കയറി. അന്നേരം ചക്കൻ എന്തോ പിടികിട്ടിയ മട്ടിൽ തലയാട്ടുന്നു. എല്ലാം കഴിഞ്ഞ പാർട്ട് 2 വില്ലനെ റിവീൽ ചെയ്യുന്നു. ഇതൊക്കെ എന്തോ വലിയ സംഭവമാണെന്ന് കരുതി സിർത്തെ ശിവ പണി വെച്ചേക്കുന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും ചേട്ടനെയും മനേനെയും ഒരേപോലെ നാറ്റിച്ചു വിട്ടു. സ്റ്റിൽ ഇതൊരു നല്ല പടമാക്കി മാറ്റാനുള്ള എല്ലാ വകുപ്പുകളും ഉണ്ടായിരുന്നിട്ടും നശിപ്പിച്ച് കൈ കൊടുത്തെന്ന് വേണം പറയാൻ. അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ശിവയ്ക്ക് പകരം വേറൊരു നല്ല ഡയറക്ടറാണ് ഈ പടം ചെയ്തിരുന്നെങ്കിൽ. ആരൊക്കെ എങ്ങനെയൊക്കെ ആയാലും ജ്ഞാനവേൽ രാജയ്ക്ക് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന കാര്യം നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. பார்ட் 2க்கு எனக்கு தெரிஞ்சு யாரும் வரமாட்டாங்க.